നമ്മുടെ ചാപ്റ്ററിൽ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഓക്കെ, എന്താണ് ഇ വേസ്റ്റ് അഥവാ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നിയറിംഗ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. അതായത് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യാറായി. ഓക്കെ, അങ്ങനത്തെ ഇലക്ട്രോണിക് പ്രോഡക്ട്സിനെയാണ് നമ്മൾ എന്തായിട്ട് റെഫർ ചെയ്യുന്നത്? ഇ വേസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒരു 3-4 കൊല്ലം നമ്മൾ യൂസ് ചെയ്തു, മാക്സിമം അത് യൂസ് ചെയ്തു, ഇനി നമുക്കത് പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ആ ഒരു എക്യുപ്മെൻറ്റ്സിനെയൊക്കെ, അത്തരമുള്ള പ്രോഡക്ട്സിനെയൊക്കെ നമ്മൾ ഇ വേസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പഴയ ടി വി, കേടായ ടി വി, റെഫ്രിജറേറ്റേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ എന്താണ്? ഇ വേസ്റ്റ് ആണ് അല്ലേ? ഓക്കെ, ഇലക്ട്രോണിക് വേസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്, ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, എൻ്റർടൈൻമെൻറ്റ് ഡിവൈസസ്, മൊബൈൽ ഫോൺസ്, ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. ഇതൊക്കെ എന്താണ്? ഇ വേസ്റ്റ് ആണ്. അതുപോലെ തന്നെ യൂസ്ഡ് ഇലക്ട്രോണിക്സ് വിച്ച് ആർ ഡെസ്റ്റിൻഡ് ഫോർ റീയൂസ്, റീസെയിൽ, സാൽവേജ്, റീസൈക്ലിംഗ് ഓർ ഡിസ്പോസൽ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ഇ വേസ്റ്റ്. അതായത് നമ്മുടെ ചില ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഉണ്ട്, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇ വേസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി വൈ ഷുഡ് വി ബി കൺസേൺഡ് അബൌട്ട് ഇ വേസ്റ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി കൺസേൺഡ് ആയിട്ടിരിക്കുന്നത്? നമുക്ക് സാധാരണ ഉള്ള വേസ്റ്റ് പോലെയാണോ ഈ ഒരു ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് കാര്യമാക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസിൽ എന്തുണ്ട്? കുറച്ച് ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് നല്ല രീതിക്ക് ബാധിക്കുന്നതാണ്. എന്തൊക്കെയാണ്? മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് പോലുള്ള കുറച്ച് ടോക്സിക് സബ്സ്റ്റൻസസ് ഇതിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കും? ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഇത് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ വന്നിട്ട് നോക്കിക്കേ. മെയിനായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കെമിക്കൽസും അതെവിടെയാണ് കാണുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ലെഡ് കൊടുത്തിട്ടുണ്ട്. ലെഡ് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സിലും അതുപോലെ കമ്പ്യൂട്ടർ മോണിറ്റർ ഗ്ലാസ്സിലാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനും അതുപോലെ തന്നെ ബ്ലഡ് സിസ്റ്റത്തിനും കിഡ്നിക്കും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ഈ ഒരു ലെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് മെർക്കുറി. മെർക്കുറി വളരെ ഡേഞ്ചർ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഓക്കെ, ഇതുപോലെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സിലും LCD സ്ക്രീൻ ബാക്ക് ലൈറ്റ്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു മെർക്കുറി കാണുന്നത്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണ്? നമ്മുടെ ബേബീസിൻ്റെ അവരുടെ ബ്രെയിൻ ഗ്രോത്തിനെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അഡൾട്ട്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓർഗൻ ഡാമേജിന് അതൊരു കാരണമാവും, അതുപോലെ മെൻ്റൽ ഇമ്പയർമെൻറ്റ്, പിന്നെ അതുപോലെ വേറെ കുറേ പ്രോബ്ലംസ് ഈ ഒരു മെർക്കുറി കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി കാഡ്മിയം എന്ന് പറയുന്നത് മെയിനായിട്ടും ചിപ്പ് റെസിസ്റ്റേഴ്സ് അതുപോലെ സെമി കണ്ടക്ടേഴ്സിലൊക്കെയാണ് ഈ ഒരു കാഡ്മിയത്തിൻ്റെ പ്രസൻസ് വരുന്നത്. ഇതിൻ്റെ മെയിൻ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഇറ്റ് കോസ് എ വേരിയസ് ടൈപ്പ് ഓഫ് ക്യാൻസർ. ചില ക്യാൻസറിന് ഇതൊരു കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യാനും അതിന് പിന്നീട് ഹാംഫുൾ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് കാഡ്മിയം എന്ന് പറയുന്നത്. ഇനി BFRs അതായത് ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ്. ഇതുകൊണ്ടുള്ള എഫക്റ്റ് ഉണ്ട്. ഇതെവിടെ കാണുന്നത്? ഫൗണ്ട് ഇൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ വരാൻ കാരണമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ക്യാൻസർ വരാനുള്ള കുറച്ച് ടോക്സിൻസും ഈ ഒരു കെമിക്കലിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു 4 മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് 4 ഒതുങ്ങുന്നില്ല. ഒത്തിരി ടോക്സിൻസ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇ വേസ്റ്റിനെ നമ്മൾ ഭയങ്കര കൺസേൺഡ് ആയിട്ട് നമ്മളത് മാനേജ് ചെയ്ത് പോകണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ ഇ വേസ്റ്റ്? ഇ വേസ്റ്റിന് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, എന്താണ്? എ സ്മോൾ എമൗണ്ട് ഈസ് റീസൈക്കിൾഡ്. കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നു? റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദിസ് അവർ നാച്ചുറൽ റിസോഴ്സ് ആർ കണ്ടാമിനേറ്റഡ്. ഇതിൻ്റെ ഈ ഒരു ഈ വേസ്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഇറ്റ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗവൺമെൻറ് ടു കളക്ട്, സെഗ്രിഗേറ്റ്, റീസൈക്കിൾ ആൻഡ് ഡിസ്പോസൽ ഓഫ് ഇ വേസ്റ്റ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇ വേസ്റ്റ് കളക്ട് ചെയ്യുക, അത് സെഗ്രിഗേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് റീസൈക്കിൾ ചെയ്യുക, ഡിസ്പോസൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു ഇ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് റീയൂസ്. അതായത് നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യുക, അതുപോലെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുക. ഓക്കെ, അതൊരു മെത്തേഡാണ്. പിന്നെ ഇൻഗ്രിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 900 to 1000 ഡിഗ്രി സെൽഷ്യസിൽ
ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുകളിൽ വെച്ചിട്ട് നമ്മളിത് ബേൺ ചെയ്ത് കളയാം. ഓക്കെ, അതാണ് ഈ ഒരു ഇൻഗ്രീഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കുക, പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, പക്ഷെ അത് ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു മെത്തേഡ് കൂടിയാണ്. കാരണം നമ്മുടെ ഈ ഒരു മണ്ണൊക്കെ കുഴിച്ച് അതിൽ ഇത് ഫില്ല് ചെയ്ത് അത് അടച്ചളയാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സോയിലിനാണ് അത് മെയിനായിട്ടും ഡാമേജ് വരുന്നത്. പക്ഷെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ, പക്ഷെ നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റുഡൻസ് റോൾ ഇൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ എന്താണ്, എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ നോക്കിയല്ലേ. ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ റോൾ എന്താണ് ഈ ഒരു ഡിസ്പോസലിൻ്റെ കാര്യത്തിൽ, ഈ ഒരു ഇ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ റോൾ നോക്കിക്കേ. സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. ആവശ്യമില്ലാതെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വാങ്ങരുത്. എന്തെങ്കിലും നമുക്ക് യൂസ് ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത്തരം എക്യുപ്മെൻറ്റ്സ് വാങ്ങാം. ഓക്കെ, പിന്നെന്താ, റിപ്പയർ ഫോൾട്ടി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ന്യൂ വൺ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കേട് വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റിയിട്ട് വേറെ വാങ്ങാനായിട്ട് നിൽക്കരുത്. എന്ത് ചെയ്യുക, മാക്സിമം അത് റിപ്പയർ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കുറേ വേസ്റ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഗീവ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ടു റീസൈക്കിൾ. വെറുതെ നമ്മുടെ യൂസ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെറിയാതെ അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊടുക്കുക. പ്രോപ്പറായിട്ട് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് ഏൽപ്പിക്കാം. ഓക്കെ, പിന്നെന്താ ചെയ്യാൻ പറ്റുക, ബൈ ഡ്യൂറബിൾ, എഫിഷ്യൻറ്റ്, ക്വാളിറ്റി, ടോക്സിക് ഫ്രീ, ഗുഡ് വാറണ്ടി പ്രോഡക്ട്സ്. എങ്ങനെയുള്ള പ്രോഡക്ട്സാണ് വാങ്ങേണ്ടത്, ഡ്യൂറബിൾ ആയിട്ടുള്ളത് വാങ്ങണം, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ക്വാളിറ്റി ഉള്ളതും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധികം ടോക്സിസിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ്, അതുപോലെ തന്നെ നല്ല വാറണ്ടി ഉള്ള പ്രോഡക്ട്സ് നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ, ചെക്ക് ദ വെബ്സൈറ്റ് ഓർ കോൾ ദ ഡീലർ ഇഫ് ദർ ഈസ് എനി എക്സ്ചേഞ്ച് സ്കീം. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുക, എന്തെങ്കിലും അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനൊരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വേസ്റ്റ് വരുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ബൈ റീചാർജബിൾ ബാറ്ററി പ്രോഡക്ട്സ്. എന്താണ്, നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വാങ്ങാം. അതാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിന് തന്നെ ഈ ഒരു ഇ വേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യുമല്ലോ. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഈ ടോപ്പിക് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? അങ്ങനെ ഇ വേസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ടോപ്പിക്കാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു സംഭവം? ഇറ്റ്സ് എ സ്റ്റഡി ഓർ പ്രാക്ടീസ് ഓഫ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT. അതായത് ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരു മിനിമൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ തീരെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറും അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള കമ്പോണൻസ്, അതായത് നമ്മുടെ മോണിറ്റർ, പ്രിൻ്റർ, സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ അതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കമ്പോണൻസിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്, അതായത് അതിൻ്റെ ഡിസൈനിങ്ങും മാനുഫാക്ചറിങ്ങും യൂസും ഡിസ്പോസലൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, താഴെ ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT, such as designing, manufacturing, using and disposing of computer and associated components efficiently and effectively with minimal or no impact on the environment. Okay, ഇത്രയാണ് നമ്മുടെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ IT എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സ്റ്റഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്റ്റെപ്സ് ടു ഫോളോ റെഡ്യൂസ് ദി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ദി ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഈ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്? നോക്കിക്കേ, നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, ടേൺ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ പവർ സേവർ മോഡ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിന് പകരം മാക്സിമം ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ടേക്സ് പ്രിൻ്റ് ഔട്ട് ഓൺലി ഇഫ് നെസസറി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രിൻ്റ് ഔട്ട് എടുക്കുക. യൂസ് LCD മോണിറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് CRTക്ക് പകരം മാക്സിമം LCD മോണിറ്റേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എനർജി സ്റ്റാർ ലേബിലുള്ള സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഡിസ്പോസ് ഇ വേസ്റ്റ് അക്കോർഡിംഗ് ടു സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ റെഗുലേഷൻസ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഓരോ ഇ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എംപ്ലോയ് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ലൈക്ക്
സോളാർ എനർജി പോലുള്ള സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചൊക്കെ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് വരുന്നത് എന്താ, നമ്മുടെ ഗ്രീൻ കമ്പ്യൂട്ടിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് നാല് പോയിന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രീൻ ഡിസൈൻ, അതായത് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസസ് എങ്ങനെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ മാനുഫാക്ചറിങ്, അതായത് നമ്മുടെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നോൺ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്സ് യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, റെഡ്യൂസ് ദ നോൺ എക്കോ ഫ്രണ്ട്ലി പാർട്സ് ബൈ മാനുഫാക്ചറിങ്. ദെൻ ഗ്രീൻ യൂസ്, അതായത് എനർജി സേവ് ഡിവൈസസ് യൂസ് ചെയ്യുക. ദെൻ ഗ്രീൻ ഡിസ്പോസൽ, അതായത് നമുക്ക് ഈസിലി ഡിസ്പോസബിൾ ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ഗ്രീൻ IT എന്ന് പറയുന്നത്. ചെറിയൊരു ടോപ്പിക് അല്ലേ, ഈസി ആണല്ലോ, പറഞ്ഞതെല്ലാം ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓൾറെഡി ഹാർഡ്വെയർ പഠിച്ചല്ലേ, ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചത് ഹാർഡ്വെയർ ആണ്. അത് കഴിഞ്ഞ് എന്താ, വേസ്റ്റ് പഠിച്ചു, ഗ്രീൻ കമ്പ്യൂട്ടിങ് പഠിച്ചു, ഓക്കെ, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്തിന്? ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ടെൽ ദ ഹാർഡ്വെയർ ഹൗ ടു പെർഫോം എ ടാസ്ക്. എങ്ങനെ ഒരു ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ കമ്പ്യൂട്ടറിന് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്ക് ആദ്യം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മാനേജ് സിസ്റ്റം റിസോഴ്സസ് ആൻഡ് കൺട്രോൾ ഇറ്റ്സ് ഓപ്പറേഷൻസ്. എന്താണ്? സിസ്റ്റം റിസോഴ്സ് മാനേജ് ചെയ്യാനും അതിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ട് 3 കമ്പോണൻസ് ആണ് അതിലുണ്ടാവുക. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS. എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാവുമല്ലോ. നമ്മൾ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ OS ഏതാ? ഒന്നില്ലെങ്കിൽ വിൻഡോസ് ആയിരിക്കും. മെജോറിറ്റി യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആയിരിക്കും. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ലിനക്സ്, ഉബുണ്ടു ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആപ്പിൾ ആണെങ്കിൽ എന്താ, macOS ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഒരു ക്ലിയർ ആയാലോ ഏകദേശം? അതായത് നമ്മുടെ യൂസറിനും കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ OS എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം കൺവീനിയൻറ്റ് ടു യൂസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂസറിന് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻറ്റും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഇതേ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് വിൻഡോസ് XP, ലിനക്സ്, വിൻഡോസ് 7 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? നോക്കിക്കേ, ഫസ്റ്റ് വൺ വരുന്നത് പ്രോസസ് മാനേജ്മെൻറ്റ്. പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് അലോക്കേഷൻ, ഡീഅലോക്കേഷൻ, അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ഓഫ് വേരിയസ് സിസ്റ്റം റിസോഴ്സസ് ടു ഡിഫറെൻറ്റ് റിക്വസ്റ്റിംഗ് പ്രോസസ്സ്. റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് അതിന് വേണ്ട പ്രോസസ്സ്, സിസ്റ്റം റിസോഴ്സസ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതും ആരാണ്? ഈ ഒരു പ്രോസസ് മാനേജ്മെൻ്റ് ആണ്. ഇനി മെമ്മറി മാനേജ്മെൻറ്റ്. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? മെമ്മറി അലോക്കേഷനും ഡീഅലോക്കേഷനും, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി ഫയൽ മാനേജ്മെൻറ്റ്. ഫയൽ എന്ന് പറയുമ്പോൾ എന്താ? ഫയൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ഓർഗനൈസ് ചെയ്യുക, നെയിമിങ്, സ്റ്റോറിങ്, റിട്രീവിങ്, ഷെയറിങ്, പ്രൊട്ടക്ഷൻ, റിക്കവറി, ഇതെല്ലാം വരുന്നത് ഫയലിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അതൊക്കെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഫയൽ മാനേജ്മെൻ്റ് ആണ്. ദെൻ ഡിവൈസ് മാനേജ്മെൻറ്റ്. ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആര് പെർഫോം ചെയ്യുന്നത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്ന മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് എന്താണ് കമ്പോണൻറ്റ്? ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സർ. ഓക്കെ, എന്തായിരിക്കും ഈ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് വേണം അല്ലേ?
നമ്മൾ മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഇടയിൽ ഒരു ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് ടു ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ലോ ലെവൽ ടു ഹൈ ലെവൽ ആയിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ ടേബിൾ വന്നിട്ടുണ്ട്. നോക്കിക്കേ, മിഷൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മിഷൻ ലാംഗ്വേജ്. മിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സീറോസും വൺസും മാത്രമാണ്. ഓക്കെ, ഈ ഒരു 0യും 1ഉം യൂസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഇനി വെരി ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് വിച്ച് അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. എന്താണ്, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ 0യും 1ഉം യൂസ് ചെയ്ത് മാത്രം ഒരു പ്രോഗ്രാം എഴുതുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ആകെയുള്ളൊരു ലാംഗ്വേജ് ഇതാണ്, ഈ ഒരു മിഷൻ ലാംഗ്വേജാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. അവിടെ നമ്മൾ നെമണിക്സ് യൂസ് ചെയ്യും, കോഡ്സ്, അതായത് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഈ ഒരു 0യും 1ഉം ഒന്ന് മാറ്റി പിടിക്കും. എന്തൊക്കെയാണ് നോക്കിയേ, ആഡ് എ കോമ ബി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, എയും ബിയും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ SUB എ കോമ ബി എന്ന് പറയുമ്പോഴേക്കും സബ്ട്രാക്ട് ചെയ്യാന്നാണ് അർത്ഥം. അതുപോലെ INC എന്ന് കൊടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതുപോലെ കുറച്ച് കോഡ്സ് നമുക്ക് ഈ ഒരു അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കൂടെ എളുപ്പമായി അല്ലേ, നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ മനസ്സിലാവും. ഇനി അടുത്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ എഴുതുന്ന സെൻറ്റൻസസ് ഇല്ലേ, അതുപോലെ നമുക്ക് യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആണ്. നമുക്ക് യൂസേഴ്സിന് ഏറ്റവും എളുപ്പമുള്ളത് ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ്, നമ്മുടെ C++, COBOL, Pascal, VB, Java, ഇതൊക്കെ ഇങ്ങനത്തെയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റുഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയാണ് നമ്മുടെ ലാംഗ്വേജസ്, പ്രോസസ്സർ അല്ല ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ചെയ്താൽ ഹൈ ലെവൽ ലാംഗ്വേജസ് അത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അതിനാകെ മനസ്സിലാവുന്ന ഏതാണ്, മിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഹൈ ലെവലിനെ നമുക്ക് ലോ ലെവലിലേക്ക് മാറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. നോക്കി, ദ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഓർ ഹൈ ലെവൽ ലാംഗ്വേജ് ആർ നോട്ട് അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവില്ല. സോ വി നീഡ് ലാംഗ്വേജ് പ്രോസസ്സർ ടു കൺവേർട്ട് ദം ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ്. ക്ലിയർ ആയല്ലോ എന്താണ് പ്രോസസ്സർ എന്നുള്ളത്, ലാംഗ്വേജ് പ്രോസസ്സർ എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. സിംപ്ലി നമ്മുടെ ഹൈ ലെവലിലുള്ള ലാംഗ്വേജിനെ ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സർ 3 ടൈപ്സ് ഉണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് വൺ ആണ് അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് അസംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ലൈൻ ബൈ ലൈൻ, അതായത് ഫസ്റ്റ് ലൈൻ നമ്മൾ ചെക്ക് ചെയ്യും, എന്നിട്ട് അതിൽ എറർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് രണ്ടാമത്തേലേക്ക് പോകും. അഥവാ എറർ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് അത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ലൈനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സറാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് കമ്പൈലർ. കമ്പൈലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർപ്രറ്റർ പോലെ തന്നെ, പക്ഷെ നമുക്ക് ഒരൊറ്റ സിംഗിൾ റണ്ണിൽ തന്നെ മൊത്തം സ്കാൻ ചെയ്യാൻ സാധിക്കും, ലൈൻ ബൈ ലൈൻ അല്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമാണല്ലേ, മൊത്തം സ്കാൻ ചെയ്തിട്ട് ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കും ഏതൊക്കെയാണെന്നുള്ളത്, ഓരോന്നായിട്ട് പോവില്ല. അപ്പോൾ അതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പൈലറാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൽ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന മൂന്നാമത്തേതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. മൂന്നാമത്തെ കമ്പോണൻറ്റ് എന്താണെന്ന് നോക്കിക്കേ, ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് ഹെൽപ്പ് യൂസേഴ്സ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം മെയിൻ്റനൻസിന് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പെർഫോമിങ് റുട്ടീൻ നേച്ചർ. ഓക്കെ, റുട്ടീനായിട്ട് അതുപോലെ നമ്മുടെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടാസ്ക് ഒക്കെ ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. താഴെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. നോക്കിക്കേ, കംപ്രഷൻ ടൂൾ. നമ്മൾ കംപ്രഷൻ ടൂൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, വലിയ ലാർജ് ആയിട്ടുള്ള ഫയൽസ് നമ്മൾ കംപ്രസ് ചെയ്ത് ചെറുതാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതിന് വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കംപ്രഷൻ ടൂൾസ്. അതുപോലെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, അതായത് നമുക്കിപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലുള്ള ഫയൽസൊക്കെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലോങ്ങർ ഫ്രാഗ്മെൻറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴേക്കും
എന്താണ് നമ്മുടെ ഡിസ്കിലുള്ള ഇൻഫർമേഷൻസിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കും. ഇൻ കേസ് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക് ഫെയിലിയർ സംഭവിക്കുകയോ അങ്ങനെ ബാക്കപ്പ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സംഭവത്തിന് ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുത്തു വെക്കുന്നു. നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ദെൻ ആൻറ്റി വൈറസ്, അതെല്ലാവർക്കും അറിയാവുന്ന അല്ലേ. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്തിട്ട് അതിൽ വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ആൻറ്റി വൈറസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 3 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ, എല്ലാം നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോഫ്റ്റ്വെയറിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ജിംബ്, പേറോൾ സിസ്റ്റം, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ടാലി, ഇതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഒരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. അതായത് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ദേ ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഇൻ എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഏരിയ. നമുക്ക് താഴെ കുറച്ച് സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ അറിയാലോ, എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? MS വേർഡ് ആണല്ലേ. ഓക്കെ, ഡിസൈൻഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മോഡിഫൈങ് ഡോക്യുമെന്റ്സ്. എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് MS വേർഡ്. അതുപോലെ തന്നെ ഇപ്പം ലിനക്സ് എടുക്കുവാണെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഇതും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പെർഫോം കാൽക്കുലേഷൻസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ്സ്. കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതാ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? MS എക്സൽ. കണ്ടോ, ലിനക്സിലാണെങ്കിൽ ഓപ്പൺ ഓഫീസ് കാൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, അതും നമുക്കറിയാം. സ്ലൈഡ് ഷോ ഫോമിൽ നമുക്ക് ഇൻഫോർമേഷൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഫോമിലാണ്? ഈ ഒരു സ്ലൈഡ് ഷോ ആയിട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? പവർ പോയിന്റ് ആണല്ലേ, MS പവർ പോയിന്റ്. അതുപോലെ ലിനക്സിൽ വരുമ്പം ഓപ്പൺ ഓഫീസ് ഇംപ്രസ് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് MySQL ആണ്. എന്താണ് ഡാറ്റാബേസ്? അതായത് നമുക്ക് കുറേ ഡാറ്റ ഒരു ടാബുലർ ഫോമിൽ അറേഞ്ച് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, MS ആക്സസ്, ഒറാക്കിൾ, MySQL ഒക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ എന്താ? ഓഫ്കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന VLC പ്ലെയർ ഒക്കെ എന്തിലാണ് വരുന്നത്? ഈ ഒരു മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിലാണ് വരുന്നത്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസ് പാക്കേജസ് എന്ന് പറയുമ്പോൾ ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. എന്താണ് സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുമ്പോൾ? ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഓക്കെ, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ടു ഹാൻഡിൽ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. താഴെ ടേബിൾ നോക്കിക്കേ, നമുക്കൊരു 3 സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് തന്നിട്ടുണ്ട്, നോക്കാം. പേറോൾ സിസ്റ്റം. പേറോൾ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, നോക്കിയേ, പേറോൾ സിസ്റ്റം മെയിൻറ്റെയിൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. പിന്നെ എന്ത് ചെയ്യുന്നു? ആൻഡ് കീപ്സ് ട്രാക്ക് ഓഫ് ദെയർ സാലറി ഡീറ്റെയിൽസ്. അതായത് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ സാലറി ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പേറോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു ബിസിനസ് ഫേമിൽ എന്താണ് ഓർഡേഴ്സ്, സെയിൽസ്, ഡെലിവറി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ക്ലിയർ ആയല്ലോ. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ 2 എണ്ണം പഠിച്ചു. സിസ്റ്റം സോഫ്റ്റ്വെയറും പഠിച്ചു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും പഠിച്ചു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എന്തായിരിക്കും അത്? ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഫ്രീ ആണല്ലേ. സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് യൂസേഴ്സിന് ഫ്രീ ആയിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ ഫ്രീഡാണ് നമുക്ക് കിട്ടുന്നത്? ടു യൂസ്, കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് ദ സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട്. എവിടെ? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്? അഡാപ്റ്റബിൾ ഫങ്ഷനാലിറ്റി, ലെസ് ഓവറോൾ കോസ്റ്റ്,
വെണ്ടർ ഇൻഡിപെൻഡൻസി, അഡ്ഹറൻസ് ടു ഓപ്പൺ സ്റ്റാൻഡേർഡ്സ്, ഇന്റർഓപ്പറബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ ആണ്. അവർ കുറച്ച് ഫ്രീഡം പറഞ്ഞിട്ടുണ്ട്, 4 ഫ്രീഡം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൽ നമുക്ക് തരുന്ന ഒരു 4 ഫ്രീഡം തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ. ഫ്രീഡം 0 എന്താണ്? ദ ഫ്രീഡം ടു റൺ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. ഏത് പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ദെൻ ഫ്രീഡം 1 എന്താ? ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് അഡാപ്റ്റ് ഇറ്റ് ടു യുവർ നീഡ്സ്. ആക്സസ് ടു സോഴ്സ് കോഡ് ഷുഡ് ബി പ്രൊവൈഡ്. എന്താണ്? നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിനുള്ളൊരു ആക്സസ് കൂടി നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഫ്രീഡം 1 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫ്രീഡം 2 എന്താണ് നമുക്ക് തരുന്നത്? ഇറ്റ് ഗീവ്സ് ദ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. അത് നല്ലതല്ലേ? നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം കൂടി നമുക്ക് ഇവിടെ ഫ്രീഡം 2 അവർ പറയുന്നുണ്ട്. ഇനി ഫ്രീഡം 3 ലാസ്റ്റ് വൺ എന്താണ്? ദ ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യാനുള്ള ഫ്രീഡം. അതുപോലെ തന്നെ റിലീസ് യുവർ ഇംപ്രൂവ്മെന്റ്സ് ടു ദ പബ്ലിക്കിലേക്ക് നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ്സ് റിലീസ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ദ ഹോൾ കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ്. എക്സാമ്പിൾസ് ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നോക്കിക്കേ. ഏതൊക്കെയാണ്? കുറച്ച് സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. നോക്കി, GNU ലിനക്സ്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആയിരിക്കും. ഒരു ഉബണ്ടു ലിനക്സ് ആ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കണ്ടോ, ഇറ്റ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അസംബിൾഡ് അണ്ടർ ദ മോഡൽ ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ സ്കൂളിൽ ചെറിയ ക്ലാസ് വരെ, നിങ്ങളിപ്പം +1 അല്ലേ, അപ്പം നിങ്ങൾ 10th വരെ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു ലിനക്സ് ആയിരിക്കും. മെജോറിറ്റി സ്കൂളുകളിലും ലിനക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെന്താ? അതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ജിംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം പറയുന്നത് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ്. ഓക്കെ, അപ്പോൾ ജിമ്പിൻ്റെ ഫുൾ ഫോം എന്താ? GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ റീടച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് ഗ്രാഫിക് ഫയൽസ് ഓഫ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ്. ഏത് ഫോർമാറ്റിലുള്ള ഗ്രാഫിക് ഫയൽസ് ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമുക്കിത് വേറെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇതാ മോസില്ല ഫയർഫോക്സ്. ഇതും നമുക്ക് അറിയാവുന്നതാണല്ലേ, നമുക്ക് പരിചയമുള്ളതാണിത്. എന്താണ്? ഒരു പോപ്പുലർ വെബ് ബ്രൗസർ ആണല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ മോസില്ല കോർപ്പറേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ആഡഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഫോർ സേഫ് ബ്രൗസിങ്. ഓക്കെ, അവിടെ ഒരു സെക്യൂരിറ്റി നമുക്കുണ്ട്. ഇനി OpenOffice.org. അതെന്താ? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു വേർഡ് പ്രൊസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഇതിൻ്റെ അണ്ടറിലാണ്. നോക്കിക്കേ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഓഫീസ് സ്വീറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് വേർഡ് പ്രൊസസ്സർ, സ്പ്രെഡ്ഷീറ്റ് ആൻഡ് പ്രസൻറ്റേഷൻ. ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ബോത്ത് ലിനക്സ് ആൻഡ് വിൻഡോസ് പ്ലാറ്റ്ഫോം. 2 പ്ലാറ്റ്ഫോമിലും വിൻഡോസിലും ലിനക്സിലും നമുക്കിത് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് പരിചയമുള്ള കുറേ സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിൽ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു ചെറിയൊരു ടേബിളുണ്ട്, 3 പോയിന്റ്സ് ഉണ്ട്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കിക്കേ. ഫ്രീവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു യൂസറിനും ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ, അതിനെയാണ് നമ്മൾ ഫ്രീവെയർ എന്ന് വിളിക്കുന്നത്. ഇനി ഷെയർവെയർ എന്ന് പറയുമ്പോഴോ, ഷെയർവെയർ ഗീവ്സ് യൂസേഴ്സ് എ ചാൻസ് ടു ട്രൈ ദ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. വാങ്ങുന്നതിന് മുൻപ്, അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് മുൻപ് യൂസേഴ്സിന് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കും. അതാണ് നമ്മുടെ ഷെയർവെയർ എന്ന് പറയുന്നത്. ഇനി ഫ്രീവെയറിലെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്, നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഷെയർവെയറിൻ്റെ കേസ് വരുമ്പോഴേക്കും എല്ലാ ഫീച്ചേഴ്സും അവിടെ കിട്ടില്ല. ഇൻ കേസ് നമുക്ക് എല്ലാം വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പൈസ കൊടുത്തത് പർച്ചേസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ? ഫ്രീവെയർ പ്രോഗ്രാംസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഷെയർവെയറിൽ അതിന് പറ്റുമോ? ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പക്ഷെ പറ്റില്ല. അങ്ങനെ 2 കേസും വരും. മെയിനായിട്ടും ഓതേഴ്സ് പെർമിഷൻ ഈസ് നീഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഷെയർവെയർ. എന്താണ്? ഓതറിൻ്റെ പെർമിഷൻ വേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു 3 പോയിന്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. ഫ്രീവെയറും ഷെയർവെയറും കമ്പാരിസൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും നമുക്കില്ല. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് കഴിഞ്ഞല്ലോ. ഇനി ഇതുപോലെ തന്നെ ചെറിയൊരു ടോപ്പിക്കാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് അത് മെയിനായിട്ടും ആ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നോക്കിക്കേ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓക്കെ, അതുപോലെ MS ഓഫീസ്,
macOS. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതായത് ഇതൊരു എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടിയാണ്, ഒരു ഡെവലപ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു പബ്ലിഷറിൻ്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ലൈസൻസ് ഇല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യാനോ ആയിട്ട് സാധിക്കില്ല. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? macOS ഒക്കെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം, നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് അതിലെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതൊക്കെ കോപ്പി ചെയ്തെടുക്കാനോ നമുക്ക് പറ്റില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്താണെന്നുള്ളത് പഠിക്കുക. ഏത് സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് ഡെവലപ്പർ or publisher and cannot be copied or distributed without licensing agreements. Okay, അതുപോലെ തന്നെ it is solid without any access to source code and is therefore not possible to change or improve the user. അതായത് എന്താണ് improve by the user? അതായത് ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോളിഡ് ആണ്, നമുക്ക് സോഴ്സ് കോഡ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഒരു യൂസറിന് അതിൽ ചേഞ്ചസ് വരുത്താനോ ഇംപ്രൂവ് ചെയ്യാനോ അതിന് സാധിക്കില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഇതും ഒരു ചെറിയ ടോപ്പിക്കാണ്. സിമ്പിൾ അല്ലേ? കഴിഞ്ഞല്ലോ. നമുക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ആ ഒരു പേര് വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. എന്താണ്? ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ഇത് നമ്മൾ യൂസേഴ്സിനെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ അങ്ങനെ ഒന്നുമല്ല. ഇതെന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഹ്യൂമൻ ഹു യൂസ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് താഴെ കുറച്ച് ഹ്യൂമൻ വെയർ തന്നിട്ടുണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. പേര് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നുമില്ല, നോക്കിക്കേ. ഹ്യൂമൻ വെയർ എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം മാനേജർ, സിസ്റ്റം അനലിസ്റ്റ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ പോസ്റ്റ് ആണല്ലോ. നമ്മളിപ്പം ഈ ഒരു കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഓരോരുത്തർക്ക് ഓരോ ജോബ് കിട്ടുന്നതിൻ്റെ ഓരോ പോസ്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു പേരുകളാണ് നമ്മൾ ഹ്യൂമൻ വെയർ എന്നുള്ള രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ആ ആളുടെ ജോബ് എന്താണ്? ഇപ്പുറത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്കീപ്, കോൺഫിഗറേഷൻ and reliable operation of computer system, especially multi-user computers such as servers. അതിൻ്റെ കൺട്രോളാണ് ആര് ചെയ്യുന്നത്? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. ഇനി സിസ്റ്റം മാനേജർ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിനായിട്ടും ഈ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ വെൻഡേഴ്സായിട്ടും കോൺട്രാക്ടേഴ്സായിട്ടൊക്കെ ആ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുക, കസ്റ്റമർ സർവീസ്, ഇതൊക്കെ വരുന്നത് ആർക്കാണ്? സിസ്റ്റം മാനേജേഴ്സിൻ്റെ അടുത്താണ്. ഇനി സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസൈൻ ന്യൂ IT സൊല്യൂഷൻ ടു ഇംപ്രൂവ് ബിസിനസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടുന്ന രീതിയിലുള്ള പുതിയ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരുന്ന ആരാ? സിസ്റ്റം അനലിസ്റ്റ് ആണ്. ഇനി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ഈ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്ത് ഈ ജോബ് എല്ലാം ആർക്കാണ് വരുന്നത്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിനാണ് വരുന്നത്. ഇനി കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ക്രിയേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ എന്താ? പ്രോഗ്രാം കോഡിങ് ചെയ്യുന്ന ആളല്ലേ, അത് തന്നെ. ഇനി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റംസ് എല്ലാം റണ്ണിങ് ആണോ, ഫിസിക്കലി അതുപോലെ സെക്യൂർഡ് ആണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുന്ന ആളാണ് ആര്? കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് ഏറ്റവും ഇതിൽ വലുതായിട്ട് പഠിക്കാനുള്ളത് ആകെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ മാത്രമാണ്. ബാക്കി വരുന്ന എല്ലാ ടോപ്പിക്കും ചെറുതാണ്. എസ്പെഷ്യലി ലാസ്റ്റ് വരുന്ന ഒരു 3-4 ടോപ്പിക്സ് വളരെ ചെറിയ ടോപ്പിക്സാണ്, ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവണം. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ എല്ലാ ടോപ്പിക്സൊക്കെ? അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഫുൾ ടോപ്പിക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? വാട്ട് ഈസ് ക്യാഷ് മെമ്മറി? എന്താണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇറ്റ്സ് എ സ്മോൾ മെമ്മറി ഇൻസൈഡ് ബിറ്റ്വീൻ ദി പ്രോസസ്സർ ആൻഡ് റാം. അല്ലെ, ഒരു പ്രോസസ്സറിൻ്റെ റാമിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു മെമ്മറിയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ക്യാഷ് മെമ്മറിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് പറയാം. ഇനി ലിസ്റ്റ് എനി 3 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഏതെങ്കിലും 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ കീബോർഡ്, മൗസ്, അതുപോലെ ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഇതൊക്കെ നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് അല്ലേ. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? പ്രിൻ്റർ വരും, പ്ലോട്ടർ വരും, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മൾ പറഞ്ഞു, സ്പീക്കറൊക്കെ അല്ലേ, അതൊക്കെ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസാണ്. സിമ്പിളാണല്ലോ. ഇനി ഡിഫൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഗീവ് 1 എക്സാമ്പിൾ. ഓക്കെ,
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ ഒരു എക്സാമ്പിളും ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഒരു യൂസറിനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനിടയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഓക്കെ, നമ്മൾ മെയിനായിട്ടും പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? നമ്മുടെ വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അത് എഴുതാം. ഇനി റൈറ്റ് എക്സാമ്പിൾ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എന്തൊക്കെയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ? നമ്മുടെ GNU ലിനക്സ്, ജിംബ്, മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? നമ്മുടെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ, ഇനി വിച്ച് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്? വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ പഠിച്ചു, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചാൽ അല്ലേ? ഏതൊക്കെയായിരുന്നു? നമ്മൾ റീയൂസ് ചെയ്യാം. ഓക്കെ, റീയൂസ് ചെയ്യാം. അതുപോലെ ഇൻക്രിനേഷൻ നമ്മൾ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തത് ബേൺ ചെയ്ത് കളയുന്ന മെത്തേഡ്. പിന്നെ അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? റീസൈക്കിൾ ചെയ്യുക. അതുപോലെ ലാൻഡ് ഫില്ലിങ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്നാലും അതൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. ഇനി വാട്ട് ഈസ് മെമ്മറി ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെമ്മറി? അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത് അല്ലേ? ഇറ്റ്സ് എ പ്ലേസ് വെർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, ടെമ്പററി ഓർ പെർമനൻ്റ്ലി. ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നമുക്ക് ഈ ഒരു ഡാറ്റാസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെമ്മറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്മറിയുടെ ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിലാണ് നമ്മൾ റാം, റോം, ക്യാഷ് മെമ്മറി ഒക്കെ പഠിച്ചത് അല്ലേ? ഓക്കെ, സെക്കൻഡറി വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാഗ്നറ്റിക് അല്ലേ? മാഗ്നറ്റിക് സ്റ്റോറേജ് പഠിച്ചു, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് പഠിച്ചു, അതുപോലെ സെമി കണ്ടക്ടർ. ഇങ്ങനെ 3 ടൈപ്പും പഠിച്ചു. അപ്പോൾ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇനി വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അതായത് it is the study of practice of environmentally sustainable computing or IT, such as designing, manufacturing, using and disposing of computers and associated programs efficiently and effectively with minimal or no impact on the environment. അതായത് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നമ്മുടെ എർത്തിന് ഒരു പ്രോബ്ലം വരാത്ത രീതിയിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. എന്താണ് റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ ഒരു ടേബിളായിട്ട് തന്നെ നമ്മൾ പഠിച്ചാണ്. ആ ടേബിൾ അതുപോലെ തന്നെ നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്? റാം എന്ന് പറയുന്നത് റോമിനേക്കാളും ഫാസ്റ്റർ ആണ്. റോം എന്ന് പറയുമ്പോൾ ഒരു സ്ലോവർ മെമ്മറിയാണ് അല്ലേ? ഓക്കെ, ഇനി പിന്നെന്താ? റാം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡേറ്റ വെൻ ദി കമ്പ്യൂട്ടർ ഈസ് ഫങ്ഷനിങ്. ഓക്കെ, ആ കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? മെയിനായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ എന്തിലും സ്റ്റോർ ചെയ്യും? നമ്മുടെ റാമിൽ സ്റ്റോർ ചെയ്യും അല്ലേ? റോമിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഒരു ബൂട്ടപ്പ് പ്രോഗ്രാം. നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യും ഇനീഷ്യലി ഉള്ള ഒരു ബൂട്ടപ്പ് പ്രോഗ്രാമാണ് നമ്മൾ മെയിനായിട്ടും റോമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റാമിൽ നമുക്ക് റീഡ് ചെയ്യാനും സാധിക്കും, റൈറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ അതേസമയം റോം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുമോ? റോമിന് ആകെ റീഡിങ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഓപ്പറേഷൻ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. ദെൻ റാം എന്ന് പറയുന്നത് വോളറ്റൈലാണ്. എന്തുകൊണ്ടാണ്? അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ റോം എന്ന് പറയുന്നത് വോളറ്റൈലാണോ? അല്ല, ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ. ഓക്കെ, ഇനി അടുത്തത് എന്താ? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് OS? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചാണ്. ഫസ്റ്റ് വേണ്ട എന്താ? പ്രോസസ് മാനേജ്മെൻറ്റ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ പ്രോസസ് മാനേജ്മെൻറ്റ് പറഞ്ഞു, ഫയൽ മാനേജ്മെൻറ്റ് പറഞ്ഞു, മെമ്മറി മാനേജ്മെൻറ്റ് പറഞ്ഞു, ഡിവൈസ് മാനേജ്മെൻറ്റ് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇനി എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർപ്രെറ്റർ ആൻഡ് കമ്പൈലർ. ഇൻ്റർപ്രെറ്ററും കമ്പൈലറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണിത്? ഇത് രണ്ടും ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് അല്ലേ? അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ് ഇൻ്റർപ്രെറ്ററും അതുപോലെ തന്നെ കമ്പൈലറും. ഇൻ്റർപ്രെറ്ററിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു ലൈൻ എഴുതി അതിലെന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തിരുത്തിയാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ലൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, കമ്പൈലർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരൊറ്റ സിംഗിൾ റണ്ണിൽ തന്നെ മൊത്തം നമുക്ക് റൺ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ലൈൻ ബൈ ലൈനായിട്ട് അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മൾ തിരുത്താം. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം നമുക്കത് ഫുള്ളായിട്ട് റൺ ചെയ്ത് കിട്ടും. ഓക്കെ, അതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേസർ പ്രിൻ്റർ ആൻഡ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ? എന്താണ്? ലേസർ പ്രിൻ്റും ഉണ്ട്, ഡോട്ട് മെട്രിക്സും ഉണ്ട്.
ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്? ലേസർ പ്രിൻ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടേബിളായിട്ട് തന്നെ നമ്മൾ പഠിച്ചല്ലേ. ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ്, അതുപോലെ എന്താണ് തെർമൽ പ്രിൻ്റർ, പിന്നെ ഡോട്ട് മെട്രിക്സ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ലേസർ പ്രിൻ്റ് എന്താണ്? അതൊരു ഇങ്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ക് സോക്കറ്റ് റിബൺ ആണ്. അതുപോലെ എന്താ നമുക്ക് അതിൻ്റെ യൂസും അതിൻ്റെ അഡ്വാൻറ്റേജസ്, പ്രിൻറ്റിങ് ക്വാളിറ്റി എങ്ങനെയാണ്, സ്പീഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം കമ്പയർ ചെയ്ത് എഴുതാം. എന്തിൻ്റെയൊക്കെ? ലേസർ പ്രിൻറ്റിൻ്റെയും ഡോട്ട് മെട്രിക്സിൻ്റെ എഴുതാം. ഇനി ഗീവ് ടു എക്സാമ്പിൾസ് ഫോർ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴേക്കും ഏതായിരിക്കും? നമ്മുടെ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഒരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി വാട്ട് ഈസ് HDMI? എന്താണ് HDMI? അതിൻ്റെ ഫുൾ ഫോം എന്താ? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ ക്യാമറ, അതുപോലെ തന്നെ നമ്മുടെ സെറ്റപ്പ് ബോക്സ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർട്ട് വഴിയാണ്. ഓക്കെ അല്ലേ? ഇനി വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് ദ CPU? CPUവിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അതും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചതാണ്. ഏതൊക്കെയാണ്? നമ്മുടെ അക്യുമുലേറ്റർ, ഫസ്റ്റ് വൺ വരുന്നത് അക്യുമുലേറ്റർ ആണ്. അത് കഴിഞ്ഞ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ പറഞ്ഞു, ദെൻ മെമ്മറി ബഫർ രജിസ്റ്റർ പറഞ്ഞു, ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ആൻഡ് ഫൈനലി പ്രോഗ്രാം കൗണ്ടർ. ഇത്രയാണ് നമുക്ക് നമ്മുടെ CPU-ൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫറൻഷിയേറ്റ് ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചല്ലേ, ഒരു ചെറിയൊരു ടേബിളാണെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രീവെയർ എന്ന് പറയുമ്പോൾ ഏതൊരു യൂസറിനും ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഷെയർവെയർ എന്ന് പറയുന്നതോ അത് വാങ്ങുന്നതിന് മുൻപേ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഫ്രീവെയറിൽ എല്ലാ ആപ്ലിക്കേഷൻസ്, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഷെയർവെയറിൽ പറ്റത്തില്ല. അവിടെ എന്താണ്, നമുക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ, ഫ്രീവെയർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഷെയർവെയർ വരുമ്പോഴേക്കും അവിടെ നമുക്ക് ആരുടെ പെർമിഷൻ വേണം? ഓതറിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ആ ഒരു ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം കുറച്ചൊരു 15 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്തു. എന്നാൽ ഇതുകൊണ്ട് തീരുന്നില്ല ആ ഒരു ചാപ്റ്റർ. ഇത്രയും ലോങ് ചാപ്റ്ററാണ്, ശരിയാണ്. പക്ഷേ ഓരോന്നോരോന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എന്താണ്? കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഫസ്റ്റ് തന്നെ ഹാർഡ്വെയർ പഠിച്ചു അല്ലേ. ഹാർഡ്വെയറിൽ നമ്മൾ പ്രോസസ്സർ നോക്കി, മദർ ബോർഡ്, പെരിഫറൽസ് ആൻഡ് പോർട്സ്, മെമ്മറി, ദെൻ ലാസ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഇ വേസ്റ്റ് അല്ലേ. ഇ വേസ്റ്റിന് ഡിസ്പോസിങ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തു. ദെൻ ഗ്രീൻ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ IT എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തു. അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയറിലേക്കാണല്ലേ പോയത്. സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ്? നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞു, പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പാക്കേജസ് നമ്മൾ നോക്കി. ദെൻ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടേബിൾ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്താൽ പഠിച്ചത് നമ്മൾ ലൈവ് വെയർ അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ വെയർ. ഓക്കെ, ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്ത് പോയത്. ഇച്ചിരി വലിയ ചാപ്റ്റർ ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഒരു കഥ പോലെ നമുക്ക് ഇരുന്ന് എഴുതി പോകാവുന്നതാണ്. പ്രോഗ്രാമിങ്ങോ കോഡിങ്ങോ ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ നമുക്കില്ല. ഓക്കെ, ഫുൾ തിയറിയാണ്. അപ്പോൾ അത് ഇരുന്ന് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എക്സാം പോയിന്റ് റെഫർ ചെയ്യുക. അപ്പോൾ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അത് വെച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ബാക്കിയെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ see you in the next video. Bye.